ഹേ ഗൈസ്, ഒരു ബിൽഡിങ്ങിൻ്റെ പേരിൽ അല്ല ഒരു നിർമ്മിതിയുടെ പേരിൽ ഒരു സ്ഥലം തന്നെ ഫേമസ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലമാണ് ഫ്രാൻസിലെ പാരീസ്. ഈഫൽ ടവർ എന്ന ഒരു നിർമ്മിതിയെ കൊണ്ടാണ് അത് അറിയപ്പെടുന്നത്. അതേപോലെ വേറൊരു സ്ഥലമാണ് ബൂർജ് ഖലീഫ. ദുബായ് അറിയപ്പെടുന്നത് ബൂർജ് ഖലീഫ എന്നൊരു ബിൽഡിങ്ങിനെ കൊണ്ടാണ്. അതേപോലെ ആഗ്ര അറിയപ്പെടുന്നത് താജ്മഹലിനെ കൊണ്ടാണ്. അതേപോലെ ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ സ്ഥലം വേറെ എവിടെയുമല്ല, നമ്മളെ സ്വന്തം ഹൈദരാബാദിലെ ഒരു ചാർമിനാറിൻ്റെ പേരിലാണ് ഹൈദരാബാദ് മെയിനായിട്ട് അറിയപ്പെടുന്നത്. അവിടെ നിങ്ങൾ കാണുന്നതാണ് ഈ കാണുന്ന പേൾസിൻ്റെ ഷോപ്പ്, അതേപോലെ പലതരം സ്ട്രീറ്റ് ഷോപ്പിംഗ് ഐറ്റംസ്. അപ്പോൾ ഇവിടെ വിലയൊക്കെ വലിയ തുച്ഛമാണ്, നിങ്ങൾക്ക് നല്ലോണം നെഗോഷിയേറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ പേൾസിന് ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. വളരെ അടിപൊളി ഐറ്റം പേൾസൊക്കെ അവൈലബിൾ ആണ് ഇവിടുത്തെ. പിന്നെ അതേപോലെ വേറൊരു ഐറ്റമാണ് ഇറാനി ചായക്കും ഫേമസ് ആണ്. ഇറാനികളും ഹൂതികളും ഒക്കെ പണ്ട് വന്ന് ഇവിടെ കച്ചവടം നടത്തിയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ജെനറ്റിക്സ് തന്നെ ഇറാനിയൻ ആൾക്കാരുടെ ഒരു ജെനറ്റിക്സാണ്, അറബ് ആൾക്കാരുടെ ഒരു ജെനറ്റിക്സാണ് ഇവിടെ ഹൈദരാബാദിലെ. ഈ കാണുന്നതാണ് ചാർമിനാർ. വളരെ ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ്. ബട്ട് ഈ കാണുന്ന ആദ്യത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ കാണുന്ന ചാർമിനാർ ഒരു അടിപൊളി നിർമ്മിതിയാണ്. ഇപ്പോൾ അതിൻ്റെ തിളക്കം അതേപോലെയുണ്ട്. ഇവിടെ പല ഫുഡ് ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. ഫുഡിൻ്റെ ഒരു സെപ്പറേറ്റ് വ്ളോഗ് ഞാൻ ഇടുന്നുണ്ട് ഈ ചാനൽ. പിന്നെ ഈ ഷോപ്പിങ്ങിൻ്റെ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ശരി, ബൈ.